വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ബൊക്കൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് എടുത്തിട്ടുള്ളത് ഇത്രയും ചോക്ലേറ്റാണ്. ഈ ചോക്ലേറ്റൊക്കെ കസ്റ്റമറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചെയ്യാൻ ആവശ്യമുള്ളത് സ്റ്റിക്കും, ഫോം റിക്കും, ടാപ്പും ബക്കറ്റ് ഷീറ്റാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അങ്ങനെ ഓരോ ചോക്ലേറ്റ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സൈഡൊന്ന് മറിച്ചിട്ട് അവിടെയാണ് സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ടാപ്പ് വെച്ചിട്ട് അവിടെ സീൽ ചെയ്തിട്ട് അത് ഒന്നും കൂടി മറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ഒന്നും കൂടി ഒട്ടിക്കാറുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇതാകുമ്പോൾ സ്റ്റിക്കുമെന്ന് അത്ര പെട്ടെന്ന് ഇളകി പോരാതെ ഒന്ന് സെക്യൂറായി നിന്നോളും. ഈ ടാപ്പ് വെച്ചിട്ട് ചെയ്യാതെ നിങ്ങൾക്കിത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാ ചോക്ലേറ്റും നമുക്ക് ഇതേപോലെ സ്റ്റിക്കുമ്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം വെയിറ്റ് കൂടുതലുള്ള ചോക്ലേറ്റ് ആണെങ്കിൽ 2 സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ചോക്ലേറ്റ് നിൽക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഡയറി മിൽക്ക് സിൽക്ക് പോലത്തെ ചോക്ലേറ്റൊക്കെയാണ് നിങ്ങൾ ബൊക്കയ്ക്ക് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് സ്റ്റിക്ക് ആഡ് ചെയ്താൽ മതി. അതാകുമ്പം ബൊക്കറ്റിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഇളകി വരാതെ അവിടെ ഇരുന്നോളും. അങ്ങനെ നമ്മൾ എല്ലാ ചോക്ലേറ്റും ഇതേപോലെ സ്റ്റിക്കുമ്മേൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഈ ഫോമിൻ്റെ ബ്രിക്കാണ്. ഇതെല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. നമുക്ക് ഈ ബ്രിക്ക് മുഴുവനായിട്ട് വേണ്ട, അതിൻ്റെ ഹാഫ് പോർഷൻ മതി. ഞാനത് കട്ട് ചെയ്തിട്ട് ആ ബ്രൗൺ പേപ്പർ കൊണ്ട് തന്നെ ഞാനത് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വരുന്നൊരു പൊടി ഫുള്ളായിട്ട് ബൊക്കറ്റുമ്മിലാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ടാപ്പ് വെച്ചിട്ട് അങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ ചോക്ലേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നമ്മൾ ഈ ബ്രിക്കിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ബ്രിക്കിന് പകരം തെർമോക്കോളും യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ ചോക്ലേറ്റും നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ബ്രിക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഈ ബൊക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ ഇഷ്ടമുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്യാം. കസ്റ്റമർ ഒരു ബ്ലാക്ക് തീമാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബൊക്കറ്റ് ഷീറ്റാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കറ്റ് ഷീറ്റ് വരുന്നത്. ഇത് ഞാൻ സെൻറ്റർ പാർട്ട് കട്ട് ചെയ്തിട്ട് ഓരോ പാർട്ട് വീതമാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ട് സെൻറ്റർ പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ബൊക്കൻ്റെ വോളിയത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടും കട്ട് ചെയ്യാതെയും ഒക്കെ ഷീറ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഓരോ ഡിസൈൻ അനുസരിച്ച് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാൻ ഈ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഷീറ്റ് വെച്ചതിന് ശേഷം 2 സൈഡിലും ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ബൊക്കറ്റ് ഷീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ മറ്റേ ഷീറ്റ് അതിന് അപ്പം തന്നെ ഇളക്കി പോരും. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും നമ്മൾ ടാപ്പ് വെച്ചിട്ട് ആദ്യം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത സ്റ്റെപ്പൊക്കെ നമുക്ക് പോവാം. അങ്ങനെ ഫസ്റ്റത്തെ ബൊക്കറ്റ് ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആ ഹാഫ് പോർഷന് ഒന്നുകൂടെ ഹാഫ് പോർഷൻ ആക്കിയിട്ട് മടക്കിയിട്ടാണ് 2 സൈഡിലും വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ സൈഡിലും ഞാൻ വെച്ച് കൊടുത്തിട്ട് ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതേപോലെ ബാക്കി ഷീറ്റൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഞാൻ ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഒന്നുകൂടെ ടാപ്പ് വെച്ചിട്ട് സീൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ റിബൺ വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ വൈറ്റ് റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ റിബൺ വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോ ആക്കി കെട്ടി കൊടുത്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ വന്ന പോർഷന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.